സ്മൈൽ പദ്ധതിക്ക് തറക്കല്ലിടാൻ വന്ന് അവരും സംശയമുനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സംശയത്തിന് മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതും പിന്നീട് ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നതും രാഹുലിനെ രക്ഷപ്പെടുത്തിയ ചുവന്ന കാർ ആരുടേത്, ഏത് താരത്തിന്റേത് എന്നൊരു ചോദ്യത്തിലായിരുന്നു. അതിന് തൻവീറാം എന്നൊരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. പക്ഷെ തൻവീറാം തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം കൂടി ഇപ്പോ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഒരു കാറ് ഇപ്പോ ഈ പറയുന്ന ചുവന്ന പോളോ കാറ് അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും. വളരെ പോപ്പുലർ ആയ ഒരു കാറാണ് കേട്ടോ ഈ ചുവന്ന പോളോ കാറ്. പലർക്കും വണ്ടി ഭ്രാന്തന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാറാണ്. അപ്പോൾ ഈ കാറ് എത്രയോ പേർക്കുണ്ടാകാം. അത് തൻവീറാമിൻ്റെത് തന്നെ ആകണമെന്നില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തരത്തിലുള്ള ഒരു വ്യക്തിയോ ആയിക്കോട്ടെ, പക്ഷെ അയാളുടെ ഒപ്പം ഒരു പൊതുസമക്ഷം വന്നു എന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ, ഒരു നടിയെ ഇത്രയധികം കുറ്റാരോപിതയാക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് മറ്റാരുടെയോ കാറാകാം. ഈ പറയുന്ന വിഷയം അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി തൻവീറാമിനെ ആണെങ്കിലും അനുശ്രീ ആണെങ്കിലും മോശമായി ചിത്രീകരിക്കുന്ന കുറെ സൈബർ ഹാൻഡിലുകൾ നമ്മൾ കണ്ടിരുന്നു. നല്ല ഇടത്താണ് ചെന്ന് കയറി കൊടുക്കുക എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ തന്നെ സൈബർ ബുള്ളിംഗ് ഒക്കെ അവർക്കെതിരെ ഉണ്ടായിരുന്നു. പിന്നെ താരങ്ങളായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ളതുകൊണ്ട് അവരത് ആ ഒരു രീതിയിൽ വിട്ടു. പിന്നെ തൻവീറാമിനെ സംശയദൃഷ്ടിയിൽ നിർത്താനുള്ള കാരണം എന്ന് പറയുന്നതും ഈ തറക്കല്ലിടൽ പരിപാടിക്ക് വന്നപ്പോൾ അവർ വന്നിറങ്ങിയ ആ ഒരു ചുവന്ന പോളോ കാറ്, ആ ഒരു കാറിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയത് എന്നും പറയപ്പെടുന്നുണ്ട്. തൻവീറാം വന്നിറങ്ങിയത് കൊണ്ട് മാത്രം അത് തൻവീറാമിന്റേതാണ് എന്ന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു സംശയമാണ്. ഒരുപക്ഷെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻവീറാമിനെ ചിലപ്പോൾ ക്ഷണിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളെ പോയതാവാം, ആവാതിരിക്കാം, നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന നമ്പർ, ഈ രാഹുലിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ ഏത് ഉടമസ്ഥന്റെ അല്ലെങ്കിൽ ആരുടെ ഉടമസ്ഥതയിലുള്ള കാറിലാണ് രാഹുലിനെ രക്ഷിച്ചുകൊണ്ട് പോയത് എന്നുള്ളത്. പക്ഷേ ഇതിപ്പോ രാഹുലിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടവർ പോലും അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ കുറ്റമായി കണ്ടുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ആ ഒരു അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തിയവരെ പോലും അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇതില് ഹർഷ പറയാനുള്ളതെന്ന് പറഞ്ഞാല് തൻവിയുടെ പ്രശ്നമോ കാറോ ഫ്ളാറ്റോ വീടോ ഇതൊന്നും അല്ല പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുമായി എത്തരത്തിൽ ബന്ധപ്പെടുന്ന ആൾക്കാരും ആയിക്കോട്ടെ, അത് സുഹൃത്ത് വലയമാകാം, രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാരാകാം, ഒന്നുമല്ല, വെറും നാട്ടുകാരോ എന്തുമാകാം, ഇവരെയെല്ലാം വേട്ടയാടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അയാളുടെ പേരിൽ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു നാടിനെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ എല്ലാം വേട്ടയാടുന്ന ഒരു കാര്യം ആദ്യം ഈ ലൈംഗിക പീഡന ആരോപണം വന്ന സമയത്ത് ഈ വ്യക്തിയുമായി ഫോട്ടോ എടുത്തു എന്നുള്ള പേരിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ വരെ സൈബർ ഇടങ്ങളിൽ വേട്ടയാടിയിട്ടുണ്ട്. പലരെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നു. അതും അപ്പോഴേ ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായിട്ട് പോലും ആ സമയം മുതൽ ആൾക്കാരെ വളരെയധികം സ്ലട്ട് ഷെയിം ചെയ്ത, പ്രത്യേകിച്ച് യുവതികളെ സ്ലട്ട് ഷെയിം ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് രാഹുലിനെതിരെ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരാണെങ്കിലും ഈ പറയുന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെങ്കിലും ഒക്കെ തന്നെയും രാഹുലിനെതിരെ പോസ്റ്റ് ഇടുമ്പോൾ അതിനെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ഒരുപക്ഷെ രാഹുൽ അറിഞ്ഞോ അറിയാതെ ആയിരിക്കും, പക്ഷെ ചില ആരാധന മൂത്ത് ഭ്രാന്തായ കുറെ ആളുകള് രാഹുൽ ചെയ്തത് തെറ്റോ ശരിയോ, തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ശരിയാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം, ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ചില സൈബർ ഹാൻഡുകൾ രാഹുലിനെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കാൻ വേണ്ടി രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രാഹുലിനെ എതിർക്കുന്ന സ്ത്രീകളെയൊക്കെ നിനക്ക് ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നത് കൊണ്ട് നിനക്കുള്ള കണ്ണുകടിയാണ് എന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഒരു അറസ്റ്റൊക്കെ നമ്മൾ കാണുന്നത്. അത് രാഹുലിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, ആ പെൺകുട്ടിയെ മോശമായി പറഞ്ഞു അല്ലെങ്കിൽ അത് ആ ഒരു ജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അതെ, അതിനപ്പുറം കൃത്യമായി തന്നെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, എനിക്ക് രാഹുലിനോട് വ്യക്തിപരമായ ഒരു ദേഷ്യമുണ്ട്, ഞാനത് രാഹുലിനോട് രാഷ്ട്രീയപരമായി ദേഷ്യമുണ്ട്, രാഷ്ട്രീയപരമായി തന്നെ അത് തുറന്ന് കാണിക്കും. അതിപ്പോൾ പല ഘട്ടങ്ങളിലും രാഹുൽ ഈശ്വറിനെ ആക്ഷേപിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് രാഹുൽ. കേരളത്തിലെ സ്ലോ പോയിസനാണ് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു, പല തവണ പറഞ്ഞു, പല ആവർത്തിയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നിട്ടും ഒരു അർത്ഥത്തിൽ നോക്കിയാൽ രാഹുൽ ഈശ്വറിനെ അതെ ദൈവതുല്യനായി കാണണം. ഇത്രയും വലിയ രീതിയിൽ മോശമായി ചിത്രീകരിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോ സന്തോഷത്തോടു കൂടി ജയിലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പറയുന്ന സ്റ്റേഷനിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ ദൈവതുല്യനെ കാണുന്നത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ മറ്റേ മെൻസ് അസോസിയേഷൻ വേണം, ഫെമിനിസം വേണ്ട എന്ന് പറയുന്ന അയാളുടെ നയം കൊണ്ടാണ്. അസോസിയേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നിരുന്ന അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ ഒരു മെൻസ് അസോസിയേഷന്റെ ഐഡിയോളജി കൊണ്ട് ഇപ്പോൾ സേഫായി നിൽക്കുന്നതെന്ന് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്നത് കോൺഗ്രസ് പാർട്ടി പോലും ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനോ ചേർത്ത് പിടിക്കാനോ തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും പലരും
നമുക്കറിയാം രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. സ്വന്തം പാർട്ടിക്ക് പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഭയമുള്ള ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ ഇത്രയും ഘോരം പല മാധ്യമങ്ങളിൽ, ഇപ്പൊ നമുക്ക് ഉൾപ്പെടെ നമ്മുടെ ചാനൽ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിലും വന്നിരുന്നുകൊണ്ട് തുറന്നു പറയുന്നത്. നമ്മുടെ ചാനലിൽ പോലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തു. മണിക്കൂറുകൾക്കകം നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും ഇനി നമ്മുടെ ചാനലിൽ തന്ന ഇന്റർവ്യൂ കൊണ്ടാണോ രാഹുൽ ഈശ്വർ അവസാനമായി സംസാരിച്ചത് ഹർഷയോടാണ് പലരും പറയുന്നത്. ആ ഒരു രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു കാറ് ആരുടെ കാറാണ് എന്നുള്ളത്, കാറിലൊന്നും ഒരു കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ പല നേതാക്കന്മാരുടെ മൂക്കിൻ തുമ്പിൽ വന്ന്, പല പോലീസ് ഉദ്യോഗസ്ഥരുടെ മൂക്കിൻ തുമ്പിൽ വന്ന് ബെയിലിൽ ഒപ്പിട്ട് പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണമെങ്കിൽ പിടിക്കാമായിരുന്നു. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യുകയാണ്? കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് എവിടെ പോയി ഒളിച്ചാലും പിടികൂടാനുള്ള അത്രയും ആൾബലം കേരള പോലീസിലുണ്ട്. ഇത്രയും പ്രഗത്ഭന്മാരായ ആൾക്കാരുള്ള കേരള പോലീസിന് ഒരാളെ പിടികൂടാൻ സാധിച്ചില്ല എന്നാണ്. CCTV ഇല്ലാത്ത വഴികളിലൂടെയാണ് അയാൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നു. എന്ത് മണ്ടത്തരമാണ്, ബാലിശമായ രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മള് പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ കാണുന്നത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ചെസ് കളിക്കുന്നത് പോലെ ഈ ഒരു ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്യും, ഈ ഒരു ദിവസം രാഹുലിനെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടും. അതായത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്ന ദിവസം അവർ അറസ്റ്റ് ചെയ്തിരിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പോയി ഒളിച്ചാലും കേരള പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് തന്നെയാണെങ്കിലും അവർ തീരുമാനിക്കുന്ന ഒരു ദിവസം ഇലക്ഷന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യും. ഈ ഒരു വാർത്ത മാധ്യമങ്ങളിൽ നിറച്ചുകൊണ്ട് ഇലക്ഷൻ വരെ ഇവർ മുന്നോട്ട് പോകും. അതിന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ വന്ന ED നോട്ടീസോ അല്ലെങ്കിൽ ശബരിമല കൊള്ള നമ്മൾ മറന്നുപോയതുപോലെ പൊതുജനങ്ങൾ മറക്കും. പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് ഈ ഒരു മറവി തന്നെയാണ്. ഇത്ര എന്തൊക്കെ സംഭവിച്ചാലും പുതിയത് വരുമ്പോൾ പഴയതിനെ മറക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. രാഹുൽ മാങ്കൂട്ടം തന്നെ CPM-നെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിൽ ഏറ്റവും ബെസ്റ്റ് മാർഗമായിട്ട് CPM ഇലക്ഷൻ വരെ കൊണ്ടുപോകുന്നുള്ളത് തന്നെയാണ്.